ഗൈസ്, അപ്പം ഞാൻ ചുമ്മാ ഫോണിൽ നിൽക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വിശന്ന് വന്ന് ഞാൻ നോക്കിയപ്പം നെയ്യുണ്ട്, നമ്മുടെ മിൽമയുടെ നെയ്യുണ്ട്, ഇച്ചിരി എടുക്കുന്നുണ്ട്. എപ്പോഴും ചെറിയൊരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു, ഒരു ഡെസേർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ആദ്യം ഇത് ചെയ്യാം ഗൈസ്. ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് വെച്ചത്. ഞാൻ വീഡിയോ ഓണാക്കിയതും പറഞ്ഞാൽ അങ്ങനെ പിടിച്ച് വലിച്ച് കഴിച്ചു. പിന്നെ മനസ്സിലായി ഞാൻ ഓണാക്കിയിട്ടില്ല. എനിക്ക് നോക്കിയപ്പോൾ ഓണാക്കിയിട്ടില്ല. നോക്കിയത് നമുക്ക് ഇഷ്ടത്തിലുള്ള രീതിയിൽ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് എന്തോ ചെയ്യാൻ പോകുന്നത് ഞാനൊന്നും കാണിക്കട്ടെ. നമുക്ക് ഫസ്റ്റ് രണ്ട് രീതി എടുത്തോളൂ. അപ്പോൾ ഞാൻ രണ്ട് രീതി ചെയ്യും. സോറി, ഏത്തക്കാപ്പൊന്നും അല്ല. വേറെ ഇച്ചിരി മണിക്ക് വയ്ക്കാൻ നോക്കട്ടെ. ഒരേത്തപ്പഴം നമുക്ക് ഇത്രയും കിട്ടും. നമുക്കിത് സെറ്റ് ചെയ്ത് മീനെ വറുത്തെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ നെയ്യ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഞാൻ ചിലപ്പോൾ ചേർക്കത്തില്ല. അതാണ് എൻ്റെ രീതി. എനിക്കപ്പം തോന്നുന്നു പഞ്ചസാര ചേർക്കണമെന്ന്. അത് ഓപ്ഷനിലാണ് പഞ്ചസാര. അപ്പോൾ നമ്മൾ ഇന്നത്താണ് വറുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം ചെയ്യാം. ഓക്കെ, നമുക്കിത് ആദ്യം ചെയ്യാം. അപ്പം നമുക്ക് പാനും ചൂടായി വരട്ടെ. ആ സമയത്ത് നമുക്ക് നെയ്യൊക്കെ എടുത്തിടാം. നമ്മൾ ഒരുപാട് നെയ്യൊന്നും എടുത്തില്ല. സ്പൂൺ വെച്ചെല്ലാവരും അളന്നിടാൻ ഞാൻ പറഞ്ഞു. കയറുന്നില്ല. നമ്മുടെ കളി ഗൈസ്, ഇത്തിരി കൂടെ ഇടുന്നുള്ളൂ. അതിന് നമ്മളത് നിർത്തും. നീ കുറച്ച് മേടിച്ചും നമ്മുടെ പഴത്തിനനുസരിച്ചാണ് എടുക്കുക. ഇച്ചിരി എടുത്തിട്ടുള്ളൂ. നെയ്യ് ചൂടായി എനിക്ക് കാണാൻ മനസ്സിലുണ്ട്. നമുക്ക് നമ്മുടെ പഴം ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ പഴം ഇട്ട് കൊടുക്കാം. അഥവാ നിങ്ങൾ പഞ്ചസാര ചേർക്കുന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചേർക്കാൻ. അപ്പോൾ അതേ സ്പൂൺ വെച്ച് ചേർക്കാനാണ്. ഇതൊരു യെല്ലോ ഷെയ്ഡാവുന്നതാണ് വരെ ഇളക്കി കൊടുക്കാം. അടുക്കി പിടിക്കരുത്. ഒരു യെല്ലോ ഷെയ്ഡ് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് അടുക്കി പിടിക്കാൻ പറഞ്ഞു. അത് നമുക്ക് കുറച്ച് വെച്ചാൽ മതി. അപ്പം യെല്ലോ ഷെയ്ഡാവട്ടെ. ഓക്കെ, ഞാൻ നിങ്ങളുടെ ഓർമ്മിച്ചത് എൻ്റെത് കണ്ട ചെറുത് കണ്ട സാരില്ല. ഓക്കെ, ഞാനിപ്പം നമ്മളുടെ ഞാനിപ്പം എൻ്റെ ഒരു ഇതിൽ യെല്ലോ ഷെയ്ഡായിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഇത്ര യെല്ലോ ഷെയ്ഡ് മതി. ഓക്കെ, ഞാൻ ഓഫ് ചെയ്ത്. അങ്ങനെ എൻ്റെ മനസ്സ് പറഞ്ഞ് കാര്യം ചെയ്യും, ഇച്ചിരി പഞ്ചസാര ഇട്ടോ. ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഒരു ഇച്ചിരി പഞ്ചസാര ഞാൻ കൊടുക്കണം. കാരമലാവും, പെട്ടെന്ന് ഇളക്കങ്ങോട്ട് വാങ്ങും. ഇത് ചെയ്യാനുള്ള കാര്യം എല്ലാം മറന്നു പോകും. ഞാൻ എന്നോടൊന്ന് പറയുക. പഞ്ചസാരയൊക്കെ പഴക്കി പിടിച്ചു പഞ്ചസാര കാണാം. ഓഫ് ചെയ്തല്ലോ. ഞാൻ പ്ലേറ്റിലോട്ട് സർവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓക്കെ. സോ സിമ്പിൾ. ഇനി ഞാൻ മണ്ടയ്ക്ക് കുറച്ച് വേണമെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാര കൊടുക്കാം. സാപ്പാട് ഒരു ഇത്തിരി ഉള്ളത്. അത് 1
ഗ്രാം പോലും കാണത്തില്ല, അത്രയ്ക്ക് കുറവാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് കുത്തി തിന്നാൻ സ്പൂൺ, ഇത് സഹായിക്കാൻ ഈ സ്പൂൺ. അപ്പോൾ ഇത്രയോട് നമ്മുടെ ഡെസേർട്ട്. അപ്പോഴത്തേക്ക് എനിക്ക് ഒരു ചായ കൂടെ ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചായയും കൂടെ ഇടാൻ പോവാണ്. ചായ അല്ല, നമ്മുടെ ഒരു കോഫി. സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടത് ഈ കോഫി എന്ന് പറയുന്നത് മറ്റൊരിതല്ലേ, പാല്. ഇതിന് നമ്മളെന്താ പറയുക, മലയാളത്തിൽ പറയാം കാപ്പി. വെള്ളം തിളച്ച് വരട്ടെ. വെള്ളം തിളയ്ക്കണം, നമുക്ക് ബ്രൂ ഇടാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ ഗൈസ്, തിളച്ചു. നമുക്കിനി വിട്ട് കൊടുക്കാം. ഇറ്റ്സ് ഓക്കെ. പേടിപ്പിച്ചല്ലേ, ഞാനിവിടെ ചെറിയ ബ്രൂ എടുത്തു. ഇതൊരു കളിക്കല്ലേ. അപ്പോൾ ഗൈസ്, നമ്മൾ ചായ ഇട്ടു, നമ്മുടെ പഴമുണ്ട്. പിന്നെ ഞാൻ പോയി കഴിക്കട്ടെ, റിവ്യൂ പറയാം. അല്ല, റിവ്യൂ പറഞ്ഞിട്ടെന്ത്, ഞാൻ എന്നിട്ടല്ലേ കഴിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അമ്മൂസ് വീഡിയോ.